നമ്മളേ ഒരു ചെറിയൊരു വില്ലേജിൽ എത്തിട്ടോ. ഇവിടെ എത്തിയപ്പോൾ നോക്കി ഇങ്ങനത്തെ കുറേ ജീപ്പുകൾ ഇവിടെ ഉണ്ട്, അതായത് കമാൻഡോ. അത് ബൊളേറോ ഒക്കെയാണ് കാര്യമായിട്ടുള്ളത്. ഈ വണ്ടികളാട്ടോ കാര്യമായിട്ട് ഇവിടെ ഓടുന്നത്. ഇതും ടാറ്റാ സുമോ. നമ്മളെ ടീസ്റ്റ നദിന്റെ മേലെ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ നിങ്ങള് ഒരു ടണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വളഞ്ഞ് മല കയറുന്നതിന് പകരം സിമ്പിളായിട്ട് ടണൽ ഉണ്ടാക്കി സിലിഗുരി എത്താനുള്ള പ്ലാനാണ് ഗാങ്ടോക്കിന്. ഒരു രക്ഷയില്ലാത്ത നദി കേട്ടത്. ഐ മീൻ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതെ അതെ അതെ. നമ്മൾ നേരത്തെ കണ്ടതുണ്ടല്ലോ റെയിൽവേന്റെ ടണലാട്ടോ. റെയിൽവേ കൺസ്ട്രക്ഷൻ നടക്കുന്നോണ്ട് ഇവിടെ ഒക്കെ ആയിട്ട് ടണലിന്റെ വർക്കും, ഐ മീൻ പുതിയ വേറെ ടണലിന്റെ വർക്കും, അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ സിലിഗുരിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന റോഡ് നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ വരുന്നുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അധികവും വലിയ കയറ്റങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിന്റ് സൈഡിൽ കൂടെ പോകുന്ന റോഡ് തന്നെയാണ്. അത് മാത്രമല്ല ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ ചെറുതായിട്ട് ചൂടും തുടങ്ങി. അല്ല റഫലേ? നല്ല തണുപ്പേനി. അതെ, ഞാനൊക്കെ ജാക്കറ്റ് ഇട്ടാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം കാലാവസ്ഥ മാറും. ഒരു മല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂടായി, കയറിക്കഴിഞ്ഞാൽ മഴയായി, കോടായി, തണുപ്പായി. ഗാങ്ടോക്കിലേക്ക് ഇനി 41 കിലോമീറ്റർ കേട്ടോ. നോക്കി ഇവിടെ നദി വൻ സ്ട്രോങ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പുറത്തിറങ്ങാം. ബീഫാട് കഴിച്ചപ്പേ നല്ല ഉറക്കം വരല കേട്ടോ. ഒരു 3-4 വർഷം മുമ്പ് പോയപ്പോൾ ഈ പാലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ പുതിയ വന്ന പാലാണ്. എന്തായാലും ഒരു അടിപൊളി പാലം. യെസ്, അങ്ങനെ നമ്മള് നമ്മുടെ 15ാമത്തെ സംസ്ഥാനത്തിലേക്ക് കടന്നു, സിക്കിമിലേക്ക്. സിക്കിം ചാടി കളിക്കടാ, ചാടി കളിക്കടാ. അടിപൊളി കേട്ടോ, അടിപൊളി, വൻ വൈബ്. എന്താ മോനെ ഇതെന്താ, എന്ത് ഓടിക്കല? ഇന്ന് സിക്കിം വന്നപ്പം സിക്കിമിലെ സ്കൂളിലത്തെ കുട്ടികളെ വിട്ടിട്ട് അവര് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടുത്തെ യൂണിഫോം വ്യത്യാസമുണ്ട് അല്ലേ? വൈറ്റ്, ഐ മീൻ നല്ല ലൂസ് ജേഴ്സി ടൈപ്പുള്ള ക്ലോത്താണ് ഇട്ടിട്ടുള്ളത്. കുട്ടികളെ കാണുമ്പോൾ പൂതിയാവില്ല സ്കൂളിൽ പോകാൻ. അന്ന് പോകണ്ടെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇതിപ്പോൾ അത് കാണുമ്പോൾ ആഗ്രഹമാണ്. സിക്കിമിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം കുറേ ട്രക്കുകൾ കാണുന്നുണ്ട് കേട്ടോ. ഐ മീൻ ആർമി ട്രക്കുകൾ, ആർമിക്കാരൊക്കെ. വേറെ ഒന്നുമല്ല, ഇന്ത്യയും ചൈനയും ബോർഡർ ഇവിടെ വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അതും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ബോർഡറിനോട് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സീനായിട്ടുള്ള ബോർഡേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആർമി അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് ഈ ഭാഗത്തായിട്ടും. നോക്കി നിങ്ങൾ, നമ്മൾ പോരുന്ന റോഡിൽ 1-2 ലാൻഡ് സ്ലൈഡിങ് കണ്ടിട്ടോ. ഇവിടെ ഇതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ട് ഇപ്പോൾ അത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാട്ടെ സീന്, ഫുള്ള് ലാൻഡ് സ്ലൈഡിങ് ആണ്. ലാൻഡ് സ്ലൈഡിങ്. ഗാങ്ടോക്കിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, 15 കിലോമീറ്റർ കൂടി 3/4 മണിക്കൂർ ടൈം കാണിക്കുന്നത്. പിന്നെ ഇന്ത്യയെ വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ഡ്രൈവിംഗ് ഉള്ളതും റൂൾസ് ഫോളോ ചെയ്യുന്നൊരു സംസ്ഥാനം സിക്കിമാട്ടോ. ഇവിടെ ഗാങ്ടോക്ക് സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത്. അത്രയും വൃത്തിക്കാണ്. ഈവൻ പോലീസാണെങ്കിലും സീനാണ് ഇവിടെ. അതിലേക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നല്ല സീനാക്കും. ഇപ്പം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും സ്കൂൾ വിട്ടുള്ള സമയമാട്ടോ. എല്ലാ ഹിൽ സ്റ്റേഷനിലും നമ്മൾ എത്തുമ്പോൾ സ്കൂൾ ഇട്ടിട്ടുണ്ടാവും. വൈകുന്നേരം സമയത്താണ് നമ്മൾ എല്ലായിടത്തും എത്തുന്നത്. അതെ, കൊള്ളട്ടോ. ഇങ്ങനെ മലന്റെ താഴ്വരകളിലൊക്കെ ആയിട്ട് കണ്ടില്ലേ കുറെ വീടുകളൊക്കെ. ഈ ഡാർജിലിംഗിലും ഗാങ്ടോക്കിലും ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ കാര്യമായിട്ട് കാറുകളും അതുപോലെ തന്നെ റോഡിലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ടാക്സി വണ്ടി കേട്ടോ.
നമ്മളെ നാട്ടിലത്തെ ഓട്ടോറിക്ഷ ഇങ്ങനെ ഒപ്പിച്ച് പോകുന്ന വണ്ടികളും കുറെ കണ്ടു. ടാക്സി തന്നെ. അതെ, ലോക്കൽസ് കൈയായിട്ടാണെങ്കിൽ വണ്ടി നിർത്തി കൊടുക്കും, അവർക്ക് കയറാം, ഇന്ന സ്ഥലത്ത് ഇറങ്ങാം, ആ വൈബ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഡ്രൈവിങ്ങിന്റെ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന രീതി. ഡ്രൈവിങ് കയറ്റി കൊണ്ടുപോയിരിക്കണം. ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടി നിർത്തും. അത് മാത്രമല്ല ഹോൺ അടിക്കുക, ഉള്ളിൽ കയറ്റി മുന്നോട്ട് കയറ്റി വെറുപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നിർത്തിയിൽ വെക്കും. എല്ലാവരും ശീലിക്കുന്ന കാര്യം ഇവിടുത്തെ. നോക്കിയേ, നമ്മളിപ്പം ഗാങ്ടോക്ക് ഇങ്ങനെ വിട്ടുനിന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങിട്ടോ. സിക്കിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 27ാമത്തെ സംസ്ഥാനമാണ്. അതായത് ഗോവനേക്കാൾ തൊട്ട് ഗോവയിലുള്ള ഏറ്റവും ചെറുത്, അതിൻ്റെ തൊട്ട് താഴെയുള്ള സംസ്ഥാനമാണ്. പിന്നെ പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 32ാം റാങ്കിലാണ്. അതായത് ഇന്ത്യയിലുള്ള യൂണിയൻ ടെറിട്ടറിനേക്കാൾ കുറവാണ്. വെറും 6 ലക്ഷം പോപ്പുലേഷൻ മാത്രമുള്ള, 6 ഡിസ്ട്രിക്റ്റ് മാത്രമുള്ള ചെറിയൊരു സംസ്ഥാനമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ കൊടുമുടി അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ പീക്കായിട്ടുള്ള കാഞ്ചൻജുംഗ വരുന്നത് സിക്കിമിലാണ്. അത് ഈ സംസ്ഥാനത്തിൻ്റെ 35% ഏരിയ എടുക്കുന്നുമുണ്ട്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ് സിക്കിം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. ടിബറ്റൻ, അതായത് ചൈനൻ്റെ ബോർഡറായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭൂട്ടാനായിട്ട് സിക്കിം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാളായിട്ടാണ് സിക്കിം പങ്കിടുന്നത് സംസ്ഥാനമായിട്ട്. ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ്, നേപ്പാളീസ്, സിക്കിമീസ്, അതേപോലെ ലെഫ്ച എന്ന് പറഞ്ഞിട്ടുള്ള 4 ലാംഗ്വേജസ് ആട്ടോ യൂസ് ചെയ്യുന്നത് ഇവര് സംസാരിക്കാൻ. ഇവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നതും കൃഷി തന്നെ കേട്ടോ. നമ്മൾ നേപ്പാളിലെ കണ്ടായിരിക്കും തട്ടുതട്ടായിട്ട് ഇവിടെയും കൃഷി ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ വരുമാനം. പിന്നെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒന്നാമത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് മീൻസ് അധികം ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ ടൂറിസത്തിലേക്കും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗാങ്ടോക്ക് സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് പോഷ് ഫീൽ തരും. ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ ഇവരുടെ GDP ഒക്കെ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ വെച്ചിട്ട് 29th റാങ്കാണ് ഇവർക്ക് GDPൻ്റെ കേസിൽ. അതുപോലെ തന്നെ സെക്സ് റേഷ്യോ ഉണ്ടല്ലോ, അതായത് 1000 ആണുങ്ങൾക്ക് 800 സംതിങ് സ്ത്രീകളെ ഇവിടുത്തെ സെക്സ് റേഷ്യോയിൽ വരുന്നുള്ളൂ. അതും ഈ പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഗുരുദ്വാരട്ടത്, അതേപോലെ ഇത് മിലിറ്ററി സ്റ്റേഷനാണ്. അതങ്ങനെ അധികം വണ്ടി ഓടുമ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല. പോലീസ് പിടിച്ച് ഉള്ളിൽ കിട്ടാലായിരിക്കും. വേറെ വർത്താനൊന്നും ഉണ്ടാവില്ല. കളിക്കുന്നതായാലും പോലീസ് എടുത്ത് പൊക്കി, കളിക്കുന്നതായാലും 1500 എടുത്ത്. ഇവിടൊക്കെ നമ്മള് സിറ്റിയിലേക്ക് കയറി വരുന്ന റോഡിൽ തന്നെ നല്ല നല്ല ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സുകളൊക്കെ കേട്ടോ. ഇപ്പൊ പൂമ, റീബോക്ക്, അജിദാസ്, അങ്ങനെ കുറേ ബ്രാൻഡുകൾ നമുക്ക് ഇങ്ങനെ കയറുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. അല്ലാതെ മാൾ റോഡിലല്ല. മാൾ റോഡ് തീർച്ചയായിട്ടും എന്തായാലും അതിനനുസരിച്ചുള്ളത് ഉണ്ടാവും. വെൽക്കം ടു സിക്കിം, ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. കൊള്ളാലോ. നമ്മൾ ഗാങ്ടോക്ക് സിറ്റി കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്നുട്ടോ. ചുമ്മാ അങ്ങനെ പോകുന്നതാണ്. ഇവിടെ പോന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് നമുക്ക് കാഞ്ചൻജുംഗൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത്. അത് ഈ റോഡ് തന്നെ ആണോന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ബീഹാറിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങൾ വെള്ളച്ചാട്ടം ഇവിടെ നല്ല ഭംഗിയുള്ള വാട്ടർഫാൾട്ടോ. ഞങ്ങളേ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പറ്റുമെന്ന് ചെക്കന്മാർ പറഞ്ഞ്. പോയി നോക്കട്ടെ, കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും കളിക്കാൻ പറ്റുകയാണെങ്കിൽ വൈബാണല്ലേ ആർഫില്. ഒരു വിധത്തിൽ ഗ്രൗണ്ട് നല്ല പ്ലേസാ. ഞങ്ങള് ഗ്രൗണ്ട് തപ്പി വന്നതാട്ടോ. അങ്ങനെ ഗ്രൗണ്ട് കിട്ടി. പക്ഷെ എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളിക്കൽ നടക്കൂല. ചെക്കന്മാർ പേരും കളിയാണ്. അത് മാത്രല്ല പുറത്ത് ഫുള്ള് ആൾക്കാരാ, സ്പേസും ഇല്ല, ഫുൾ ചളിയാണല്ലടാ. ഇതാ മോനെ ബൂട്ട് നോക്കിയോലെ. ചെക്കന്മാര് വൻ കളിയാട്ടോ, ഒരു രക്ഷയില്ലാതെ കളി കളിച്ചോണ്ട് ചെക്കന്മാര്. തട്ടി കഴിഞ്ഞ സീൻ്റെ
നമ്മൾ ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. സമയം എത്ര ഇപ്പൊ സർഫലി? 9 മണിയായില്ലേ? യെസ്. അപ്പൊ നല്ല പോസ്റ്റ് അവർക്കും കൊടുത്തു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതുവരെ പോയ ഹിൽ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും പാർക്കിങ്ങിന് സീനുള്ള ഹിൽ സ്റ്റേഷനാണ് ഗാങ്ടോക്ക്. ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ 6 മാസം വരെ നമുക്ക് ജയിലില് തടവും ഇല്ലെങ്കിൽ 5000 രൂപ ഫൈന് അങ്ങനെയൊക്കെ സീനുണ്ട്. നല്ലതാട്ടോ. ഈ സിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതൊക്കെ എന്തായാലും വേണം. പിന്നെ അത് മാത്രമല്ല പാർക്കിങ് നമുക്ക് എവിടെയും കിട്ടില്ല. പാർക്കിങ് ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക്, അതാണ് വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ നമുക്ക് വേണ്ട. പാർക്കിങ് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ നല്ല ഫൈനാട്ടോ, ഹെവി ഫൈനാ. അതെന്താ അഭിപ്രായം? നല്ലതല്ല അത്? അതുകൊണ്ട് ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന ഇത് കണ്ടില്ല ജി, ഓൺ അടിക്കുന്നില്ല, നല്ല ഡിസിപ്ലിൻ ഉണ്ട്. അതെ, വൻ വൈബാട്ടോ ഇവിടുത്തെ ഡ്രൈവിങ്. നമുക്ക് തന്നെ സുഖമായിട്ട് ഇങ്ങനെ പോവാം, ആരും നമ്മളെ അടങ്ങാറാക്കൂല. എന്ത് വൈബ് പറയാം. നോക്കിയ നിങ്ങള് എന്താല്ലേ വൈബ്. പക്ഷെ ഇന്നലത്തെ ഇതിന്റെ അത്ര വ്യൂ ആയിട്ട് കിട്ടിയില്ലല്ലേ. നമുക്ക് ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തി. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ട് നിർത്താൻ പറ്റിയൊക്കെ. അതേപോലെ സർഫിൽ ഇതാ അവിടെ പോയിട്ട് വെള്ളം നിറച്ചു കൊടുക്കുന്നുണ്ട്. സർഫു സെറ്റാണോ? ഉണ്ടോ? ഇത് നമുക്ക് വാഷ് ചെയ്യാനുള്ള വെള്ളമാണ്. ഓഫ്, സിറ്റിന്റെ വ്യൂ ഉണ്ടല്ലേ? സിറ്റിന്റെ വ്യൂ മാസാട്ടോ, മാസാണ്. അവൻ ബീഫ് ചൂടാക്കി. എടാ ബീഫ് ഇവിടെ വെച്ചാടാ, ഇത് വെച്ചോ. ബീഫ് ചൂടാക്കി. അതേ സമയം ഞാനിതാ ചോറ് വാഷ് ചെയ്ത്, അരി വാഷ് ചെയ്ത്, യെസ്, അങ്ങനെ ചോറുണ്ടാക്കുന്നു കേട്ടോ. പരിപാടി സിമ്പിളാണ് അല്ലേ? കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സിമ്പിളാണ്. ഈ ചോറിനാണെങ്കിൽ ഒരു വിസിൽ പോലും അടിക്കണ്ട, അമ്മാതിരി സാധനം. ഒറ്റ വിസിലിന് മുന്നേ തന്നെ ഇത് തട്ടിയാൽ മതി, അപ്പോൾ ഒരു ചോറാവും. അതെ, അത് നല്ലതാണ്. പിന്നെ ഇവന്റെ ബീഫ് കറി ഉണ്ടല്ലോ, എടുക്കാലോ നോക്കി. ചൂട് പോക്കണ്ട, ചൂട് പോയ തീരുമാനമായി. അങ്ങനെ ചോറായി, ബീഫിന് ഓൾറെഡി ആയിട്ടുണ്ട്, അച്ചാറും ഉണ്ട്. അപ്പം ഇനി നേരെ കഴിക്കട്ടെ കേട്ടോ. നാളെ മുഹറം 9 മറ്റന്നാൾ 10 കുറച്ച് നോമ്പ് നമുക്ക് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ നോമ്പ് വെക്കണം, അതുകൊണ്ടാണ് ചോറ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഇനി നേരെ ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോടാ. ഇന്നിപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഇന്ന് റൈഡിങ് അല്ലേ? ഇന്ന് നമ്മൾ ബീഫ് ഉണ്ടാക്കി. അതന്നെ, ബീഫ് ചൂടാക്കി അതിലേക്ക് തന്നെ ചോറിട്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി വൈബിൽ കഴിക്കാം, കുറച്ചുകൂടി മസാല കിട്ടും. ബീഫ് പഴകുന്നോറും ടേസ്റ്റ് കൂടാന്ന് പറഞ്ഞ സത്യം കേട്ടോ. കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ട് നാളെ കൂടി എടുത്തേക്കല്ലേ. അല്ലേ, വെള്ളം മലയിൽ നിന്ന് ഒളിച്ച് വരുന്ന കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വാഷ് ചെയ്യാന്ന് വിചാരിച്ചു, സുഖമായിട്ട് വാഷ് ചെയ്യാം. കാര്യമായിട്ട് നമ്മൾ പാത്രം മോർന്ന് നമ്മൾ കാണിച്ചു കൊടുക്കല്ലോ അവിടെ വീഡിയോയിൽ. ഇന്ന് അതോടെ കാണിച്ചു കൊടുത്താലോ ഗൈസ്? അടിപൊളിയാണ്. എങ്ങനെ പാത്രം മോറെന്നുള്ള ഞാൻ കാണിച്ചു കേട്ടോ. ആദ്യം നമ്മൾ സ്ക്രബ്ബർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉരക്കുക. ഇത് ഒറ്റ കൈ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, 2 കൈ വേണം. അപ്പോൾ ഞങ്ങളെ പാത്രം മോറതിന് ശേഷം കാണാം. നമ്മളിങ്ങനെയായിട്ട് കിടക്കാറ്, അതായത് ബാക്കിലുള്ള സാധനങ്ങളൊക്കെ മുമ്പിൽ കീപ്പ് ചെയ്തിട്ട് സുഖമായിട്ട് ഇതിൻ്റെ അകത്തിരുന്ന് കിടക്കും. സുഖമായിട്ട് ഇതിൻ്റെ ബാക്കിൽ ബെഡ് വിരിച്ചിട്ട് 2 കൂടിയും ഇവിടെ ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ? കൊള്ളാം, അടിപൊളി വൈബാണ്. നല്ല പുതപ്പും പൊതിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. സെറ്റല്ലടാ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് എടുക്കുന്നതിന് മുമ്പിലാണ് നമ്മൾ വണ്ടി നിർത്തിയത്. രാവിലെ നാട് വെച്ച് മണലൊക്കെ തട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ്. എവിടേക്ക് പോകുന്നു സർഫില്? കുളിക്കാൻ. പെട്രോൾ കുളിക്കാൻ മാത്രമല്ല, ബാത്റൂം ഒന്ന് യൂസ് ചെയ്യണം അല്ലേ? ബാത്റൂം യൂസ് ചെയ്തതിൻ്റെ ശേഷം കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് നോക്കണം. എന്നിട്ട് വേണം ഗാങ്ടോക്കിൽ നമുക്ക് ഇറങ്ങാൻ. നദുല ബോസ് പോകണമെങ്കിൽ നമുക്ക് പാസ് എടുക്കണം. നമ്മളെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പൊതുവേ നമ്മളെ വണ്ടി കൊണ്ട് പോകാൻ ഇവർ അത്ര അങ്ങോട്ട്
സപ്പോർട്ടീവ് അല്ല. ഇവരുടെ ടാക്സി വിളിച്ച് പോകാനാണ് ഇവർ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പെർമിഷൻ തരുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. സ്വന്തം വണ്ടിയാണെങ്കിൽ തരണവർ, പക്ഷെ അവിടേക്ക് കുറച്ച് ലിമിറ്റഡ് വണ്ടികൾ മാത്രമേ കടത്തിയുള്ളൂ തോന്നുന്നത്. എന്നാലും പോലെ ആരാണ്ടൊരു മനുഷ്യനൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഫുൾ ആൾക്കാരായിരിക്കും അവിടെ. നമുക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റ് നോക്കണം. അടുത്ത് പബ്ലിക് ടോയ്ലറ്റ് നോക്കിയാ ഇത് ഇതല്ല അമ്പലം തോന്നുന്നു. ഞാൻ റെസ്റ്റോറൻറ്റ് വേണ്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളേ വണ്ടി നിർത്തി. ഇവിടെ സിക്കിം ടൂറിസത്തിൻ്റെ ഒരു ഇതുണ്ട്, അവിടെ വാഷ്റൂം ഉണ്ടെന്നാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും പോയി നോക്കാം. ബോർഡ് കണ്ടോടെ വെൽക്കം ടു ബങ്താങ് ഫാൾസ് ആട്ടോ. ബങ്താങ് ഫാൾസ് കൊള്ളാം. തട്ടായിട്ട് അങ്ങനെ വീഴുന്നത് വെള്ളം. ഒരു രക്ഷയില്ലാതെ തണുപ്പാട്ടോ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. എൻ്റെ മോനെ എമ്മാതി തണുപ്പ്. ഞങ്ങൾ വെള്ളത്തിൽ കുളിക്കണം വിചാരിച്ചു, പക്ഷേ ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റും തോന്നുന്നില്ല. പറ്റുമോ? ഇവിടെ അവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഫുൾ ആർമിക്കാരാണ്. ആർമീൻ്റെ ഒരു വണ്ടിയായിട്ട് നിർത്തിയാൽ മൊത്തം അവരായി പോയി. അങ്ങനെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സർഫലിത ടോയ്ലറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ താശി വ്യൂ പോയിന്റിലേക്ക് വന്ന കേട്ടോ. അപ്പം നമുക്ക് സ്റ്റെപ്പ് കുറച്ച് മേലോട്ട് പോകണം. പോയോക്കട്ടെ. മേലോട്ട് വന്നപ്പോൾ ഇതാണ് കേട്ടോ കാഴ്ച. അല്ല, കാഞ്ചൻജംഗൻ്റെ കാഞ്ചൻജംഗയാണ് ആ മുമ്പ് കാണുന്നത്. അതായത് ഇന്ത്യയിലെ വെച്ചിട്ട് ഏറ്റവും വലിയ കൊടുമുടി. എന്താ അല്ലേ സാധനം? എൻ്റെ മേലൊക്കെ ട്രക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇവിടുത്തെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. കോട മൂടി എടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒലക്കമ്മല മരം ഇവിടെ മുമ്പുള്ള കാരണത്താൽ ആ വ്യൂ ആണ് മിസ്സായി. പക്ഷെ ഇതല്ല, ഞാനിതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, നമുക്ക് ചോദിച്ചു നോക്കാം. ശരിക്കും കാഞ്ചൻജംഗ അതല്ല, ഈ ക്ലൗഡിൻ്റെ ബാക്കിലുള്ളതാണ്. ഞങ്ങളേ ചെറിയൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോ. അവിടെ കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടൊക്കെ നോക്കി. നിങ്ങൾ ആ മലൻ്റെ താഴ്വരകളിലായിട്ട് കുറേ വീടുകൾ കാണാൻ പറ്റും. ഇതൊക്കെ വേണം നമ്മൾ വന്ന വഴിയായിരിക്കടാ റഫലേ. സംഗതി കാഞ്ചൻജംഗ നമ്മളെ അങ്ങ് പണി പറ്റിച്ച്. വ്യൂ അങ്ങോട്ട് വരുന്നില്ല അല്ലേ, ഫുൾ ക്ലൗഡിയാണ് അവിടെ. എന്താ ചെയ്യുക? അപ്പം നമുക്ക് പോവാം. അതിൻ്റെ ബാക്കിലാണ് ഉള്ളത്, അതിൻ്റെ തൊട്ട് ബാക്കിൽ. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിട്ടോ. ഈ കാഞ്ചൻജംഗൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നിർത്തിയത്. അവന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പുണ്ട്, നല്ല വിശക്കുന്നു. ഞാൻ നല്ല വെള്ളം കുടിക്കാൻ മറന്നു പോയിട്ട് രാത്രി, അതുകൊണ്ട് ഇവന് റംസാൻ മാസം മൊത്തം ഇവന് നോമ്പ് മൊത്തം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഒരു നോമ്പും പോയിട്ടില്ല. പിന്നെ യാത്രയിലായതുകൊണ്ടും ഇപ്പം നോൽക്കാൻ കുറച്ച് ടാസ്ക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല. എന്തായാലും ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാൻ മാത്രം നിങ്ങൾ മറക്കരുത് കേട്ടോ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതായിരിക്കും. ബൈ ഗൈസ്.